എല്ലാവിധമായ ജാഗ്രതകളും അതിർത്തിയിൽ എടുക്കും. സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അവിടെയും തെരച്ചിൽ തുടരുകയാണ്. ഒരു പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ DGP പറയുന്നത്. എന്തായാലും ഒരു കാരണവശാലും ഇയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് ചെയ്യും. പോലീസ് വ്യാപകമായി വല വിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരും കാസർഗോഡും വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഇയാൾ ജയിലിലെ ഇരുമ്പ് കമ്പികൾ മുറിച്ച് ഇയാൾ തുണി കൊണ്ട് വടമുണ്ടാക്കി ആ വടത്തിൽ വഴി തൂങ്ങി ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അയാൾ കണ്ണൂർ ആകാശവാണിയുടെ മതിലുകൾ ചാടിക്കിടന്നാണ് പുറത്തേക്ക് പോയത് എന്നുള്ള വിവരങ്ങളും രക്ഷപ്പെട്ടു. സെല്ലിലെ കമ്പി മുറിച്ചാണ് അയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയത്. വെള്ളമെടുക്കാൻ സൂക്ഷിച്ചിരുന്ന ഡ്രമ്മിൽ ചവിട്ടി ജയിലിനുള്ളിലെ മതിൽ ചാടി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി. തുടർന്ന് ക്വാറന്റൈൻ ബ്ലോക്കിലെ മതിലിനോട് ചേർന്ന മരം വഴി കമ്പിളിയും പുതപ്പും കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ വെള്ളം എടുക്കാൻ സൂക്ഷിക്കുന്ന ഡ്രമ്മ് ഈ ജയിലിൽ ഇങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യവും ബാക്കിയാകും. ഇതൊക്കെ സിനിമാ കഥ പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. അവസാനം ക്വാറന്റൈൻ ബ്ലോക്കിലെ മതിലോട് ചേർന്ന് മരം വഴി നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കമ്പിളിയും പുതപ്പും കെട്ടി ഒറ്റയ്ക്കൊരാൾ രക്ഷപ്പെടുക. സിനിമയിലൊക്കെ തന്നെ ഈ ജയിലിൽ കിടക്കുന്ന നായകൻ രക്ഷപ്പെടുന്ന രീതിയിലാണ് ഇയാൾ രക്ഷപ്പെട്ടതായി വാർത്ത വരുന്നുണ്ട്.